പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, പ്രിയമുള്ള മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുട്ടികളെ, എല്ലാവരെയും ഗുഡ്നസ് ടിവിയുടെ വചനദീപ്തിയിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, നാം ഒക്കെ ജീവിക്കുന്നത് വചനത്തിൻ്റെ ശക്തിയാലാണ്. 1 പത്രോസ് 1:23 തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്താൽ അല്ല, അനശ്വരവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്നാണ് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവവചനത്തിൽ നിന്നാണ് നാം ജനിക്കേണ്ടത്. ദൈവവചനത്തിൽ നിന്ന് ജനിക്കുമ്പോഴാണ് ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ദൈവവചനം നമ്മൾ കേൾക്കുക എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തെ അനുഭവിക്കാനും ദൈവം നമ്മുടെ ജീവിതത്തിൽ കൃപകൾ വർഷിക്കപ്പെടാനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുക എന്നുള്ളത്. ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് രൂപാന്തരങ്ങൾ സംഭവിക്കും, മാറ്റങ്ങൾ സംഭവിക്കും. അതിനാൽ ദൈവം തരുന്ന ഈ സമയം, ഈ വചന ശുശ്രൂഷയുടെ ഈ സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ശ്രദ്ധയോടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം വചനത്തിൽ. സ്നേഹമുള്ളവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സുവിശേഷം ഇതാണ്, ക്ഷമയെക്കുറിച്ചാണ്. ജീവിതത്തിൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ക്ഷമിക്കുന്നത്? മറ്റുള്ളവരോട് എന്തിനു വേണ്ടിയാണ് നമ്മൾ ക്ഷമിക്കുന്നത്? നമ്മൾ മറ്റുള്ളവരുടെ ദ്രോഹങ്ങൾ, അവരുടെ വെറുപ്പുകൾ, അവരുടെ അപമാനങ്ങൾ, ഇതൊക്കെ അവഗണനകൾ, അവരുടെ പീഡനങ്ങൾ എല്ലാം അവരെ ഈ പ്രവൃത്തിയൊക്കെ നമ്മൾ എന്തിനാണ് നമ്മൾ ക്ഷമിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മളതൊക്കെ പൊറുക്കുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമാണ് ഇന്നത്തെ നമ്മുടെ വചന ശുശ്രൂഷ. എന്തിനു വേണ്ടിയാണ് ക്ഷമിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ കഴിയുക, എനിക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ക്ഷമിക്കുന്നത് എന്നാണ്. ഞാൻ ക്ഷമിക്കുന്നത് എനിക്ക് വേണ്ടി തന്നെയാണ്. അതുപോലെ തന്നെ യേശു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ കൽപ്പന ക്ഷമിക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാമല്ലോ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 34 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങളിൽ യേശു പുതിയ പ്രമാണം പറയുന്ന ഇതാണ്. അതാണ് ക്രിസ്തീയതയുടെ കേന്ദ്ര ബിന്ദു. കർത്താവ് ഇപ്രകാരം പറയുന്നു: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് പറഞ്ഞ് നിർത്തുകയല്ല, ഞാൻ നിങ്ങളെ പ്രകാരമാണോ സ്നേഹിച്ചത് അതുപോലെ തന്നെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ്, എൻ്റെ ശിഷ്യന്മാരാണ് എന്ന് തിരിച്ചറിയുന്നത് നിങ്ങളുടെ ഈ സ്നേഹം വഴിയായിട്ടായിരിക്കും. അതുകൊണ്ട് കർത്താവ് നമുക്ക് ഒരു പ്രമാണം തന്നിരിക്കുകയാണ്, ഒരു കൽപ്പന തന്നിരിക്കുകയാണ്. കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നാം മറ്റുള്ളവരെ സ്നേഹിക്കണം. നമുക്കറിയാം, റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ ഈശോ പാപികൾക്ക് വേണ്ടി മരിച്ചു എന്നതിൽ നിന്ന് ദൈവം നമ്മുടെ എപ്രകാരമാണ് എത്രമാത്രം സ്നേഹം പ്രകടമാക്കി എന്ന് നാം വായിക്കുന്നുണ്ട്. ശത്രുക്കളായ മനുഷ്യർക്കൊക്കെ വേണ്ടി, ദുഷ്ടരായി നമുക്ക് വേണ്ടി, പാപികളായ നമുക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ മരിച്ച് ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നു. സ്നേഹമുള്ളവരെ, ഈ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ ചൊരിയപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. സാത്താൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് നമ്മളിൽ വിദ്വേഷം ഉണ്ടാക്കുക, വിരോധമുണ്ടാക്കുക എന്നുള്ളതാണ്. വിരോധമുണ്ടാക്കി, വിദ്വേഷമുണ്ടാക്കി, പരസ്പരം കലഹിച്ച്, ഭിന്നിപ്പിച്ച്,
തമ്മിലടുപ്പിച്ച് നമ്മൾ നശിപ്പിക്കുക എന്നുള്ളതാണ് അവൻ്റെ തന്ത്രം. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ 10:10 പറയുന്നത്, അവൻ വരുന്നത് നശിപ്പിക്കാനും കൊല്ലാനും ഇല്ലാതാക്കാനും ഒക്കെയാണ് അവൻ വരുന്നത്. അപ്പോൾ നാം സൂക്ഷിക്കേണ്ടത് ഈ ശത്രുവിനെ നിരായുധനാക്കാനുള്ള എളുപ്പത്തിലുള്ള വഴി എന്ന് പറയുന്നത്, നാം ചെയ്യേണ്ടത് നമ്മുടെ സഹോദരന്മാരോട് നാം ക്ഷമിച്ച് നാം സ്നേഹിക്കുമ്പോൾ ശത്രു അവിടെ നിരായുധമാകുകയാണ്. അവൻ്റെ ആയുധങ്ങളൊക്കെ എല്ലാം വിലയില്ലാതായിത്തീരുകയാണ്. അവൻ്റെ ലക്ഷ്യങ്ങളൊക്കെ അവസാനിക്കുകയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് വചനം പറയുന്നത് നാം ക്ഷമിക്കുവാൻ നാം പഠിക്കണം. കർത്താവ് നമ്മളോട് എപ്രകാരമാണ് ക്ഷമിച്ചത്, അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കുവിൻ. സ്നേഹമുള്ളവരെ, അങ്ങനെ ക്ഷമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പല അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നത്. നമുക്കറിയാമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ക്ഷമിക്കുന്നത് എനിക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ക്ഷമിക്കുന്നത്. നമുക്കറിയാമല്ലോ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളിൽ കൃത്യമായിട്ട് കർത്താവ് പറയുന്നുണ്ട്, നീ സഹോദരനോട് നീ ക്ഷമിക്കുമെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമിക്കും, സഹോദരനോട് നീ ക്ഷമിക്കുന്നില്ല എങ്കിൽ ഞാൻ നിന്നോടും ക്ഷമിക്കുകയില്ല. സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നാം എല്ലാവരും ദിവസവും ചൊല്ലുന്നുണ്ട്. അതിൽ വ്യക്തമായിട്ട് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മോട് ചെയ്യാനായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നൊരു കാര്യം മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. നമ്മൾ ക്ഷമിക്കുന്നത് പോലെ ആയിരിക്കും കർത്താവ് നമ്മോട് ക്ഷമിക്കുന്നത് എന്ന് അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എത്രമാത്രം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നുണ്ട്, എത്രമാത്രം സുവിശേഷങ്ങൾ നമ്മൾ കേൾക്കുന്നു, എത്രമാത്രം ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ പലയിടത്തുനിന്നുമായിട്ട് മനസ്സിലാക്കുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും ക്ഷമിക്കാനായിട്ട്, മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് പറയുമ്പോൾ അത് പലർക്കും വളരെ ബുദ്ധിമുട്ടാണ്, അത് കയ്പാണ്. അതുകൊണ്ട് തന്നെ ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്, നീ ക്ഷമിച്ചില്ലെങ്കിൽ ഞാൻ നിൻ്റെ പാപങ്ങളും ക്ഷമിക്കുകയില്ല, വ്യക്തമായിട്ട് പറയുക. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 18-ാം അധ്യായത്തിൽ നിർദ്ധയനായ ഒരു ഭൃത്യൻ്റെ ഉപമ പറയുന്നുണ്ട്. കർത്താവ് പറയുന്നത്, 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ആ വ്യക്തിക്ക് ആ രാജാവ് അത് മുഴുവൻ അവന് കൊടുക്കാൻ സാധ്യമല്ലാതിരുന്നുകൊണ്ട്, തിരിച്ചടയ്ക്കാൻ സാധ്യമല്ലാതിരുന്നത് കൊണ്ട്, വലിയ കടമായിരുന്നത് കൊണ്ട് അവന് വേണ്ടി ആ രാജാവ് അതെല്ലാം എഴുതിത്തള്ളി. എന്നിട്ട് ഈ എഴുതിത്തള്ളിയ സഹോദരൻ പുറത്തേക്ക് വന്നപ്പോൾ അവന് 100 ധനാറ മാത്രം കടപ്പെട്ടിരുന്ന മറ്റൊരു സഹോദരനെ കണ്ടപ്പോൾ അവനെ കഴുത്തിന് പിടിച്ച് ഞെരിച്ചുകൊണ്ട് പൈസ ചോദിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതറിഞ്ഞ ഈ രാജാവിൻ്റെ സേനാധിപതികൾ രാജാവിനോട് ചെന്ന് പറഞ്ഞപ്പോൾ രാജാവ് ഒത്തിരി കോപിച്ചു. എന്നിട്ട് ഈ രാജാവ് ഈ സഹോദരനെ വരുത്തിയിട്ട്, ഇങ്ങനെ ക്രൂരത കാണിച്ച സഹോദരനെ വിളിച്ചു വരുത്തിയിട്ട് പറയുകയാണ്, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചതുകൊണ്ട് ഞാൻ നിൻ്റെ കടമെല്ലാം ഇളച്ചു തന്നു. നീയും അതുപോലെ മറ്റ് നിൻ്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് 18:32. പിന്നീട് നമുക്കറിയാം, ആ സഹസേവകനെ, ആ സഹോദരനെ ശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, കർത്താവ് നമുക്ക് ഇളച്ചു തരുന്നത് വലുതാണ്, എന്നാൽ നമുക്ക് ഇളച്ചു കൊടുക്കുവാനുള്ളത് ചെറുതാണ്. ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും എല്ലാം നമ്മൾ ചെയ്യുന്ന ഓരോ പാപങ്ങൾ നമ്മൾ
നമ്മോട് ക്ഷമിക്കുന്നത് എത്ര വലുതാണ്. എന്നാൽ ഇടയ്ക്കെല്ലാം നമുക്ക് നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ ആ സമയത്ത് നമുക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നില്ല, നമുക്ക് പൊറുക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കർത്താവ് നമ്മോടും അതുപോലെ തന്നെയാണ് കർത്താവ് പെരുമാറുക എന്ന് വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 28-ാം അധ്യായത്തിൽ 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. കർത്താവ് പറയുന്നുണ്ട്, പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും, അവിടുന്ന് അവൻ്റെ പാപം മറക്കുകയില്ല. അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. അയൽക്കാരനോട് പക വെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് എന്തെങ്കിലും കരുണ പ്രതീക്ഷിക്കാമോ? എന്നിട്ട് പറയുന്നുണ്ട്, അവസാനം പറയുന്ന ഇപ്രകാരമാണ്, ജീവിതാന്തമോർത്ത് നീ ഈ വെറുപ്പ് അവസാനിപ്പിക്കുക, നീ സ്നേഹത്തിലേക്ക് നീ കടന്നു വരിക. സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്കറിയാം ജീവിതത്തിൻ്റെ അവസാന സമയങ്ങളിൽ വെറുപ്പുമായിട്ട് നമ്മൾ ആണ് ഈ ലോകത്തുനിന്ന് കടന്നു പോകുന്നതെങ്കിൽ നമുക്കൊരിക്കലും നിത്യജീവൻ നമുക്ക് സ്വപ്നം കാണാനായിട്ട് സാധിക്കില്ല. നമ്മൾ നിത്യ നരകത്തിലേക്ക് തന്നെയായിരിക്കും നമ്മൾ ഓരോ വ്യക്തികളും കടന്നു പോകേണ്ടി വരിക. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 5:43 മുതൽ 48 വരെയുള്ള തിരുവചനങ്ങളിൽ സ്നേഹപിതാവിൻ്റെ മക്കൾ എങ്ങനെ ആയിത്തീരുന്നു, സ്നേഹത്തിൽ കർത്താവിനെ പോലെ ദൈവത്തെ പോലെ എങ്ങനെ നമ്മൾ പൂർണ്ണരായിത്തീരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ഇപ്രകാരമാണ്. അത് നമ്മൾ ശത്രുവിനോട് പറയുകയാണ്, ശത്രുക്കളോട് നീ സ്നേഹിക്കുവിൻ, ശത്രുവിനെ നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുവിൻ, അപ്പോൾ നീ സ്വർഗപിതാവിൻ്റെ അരുമ മക്കളായിത്തീരും. ശത്രുവിനെ സ്നേഹിക്കുമ്പോൾ, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയപിതാവിൻ്റെ മക്കളായിത്തീരുന്നു. എന്നിട്ട് പറയുക, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ എന്താ പ്രയോജനം? അത് വിജാതീയരും എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. എന്നാൽ നിങ്ങളെ വെറുക്കുന്നവർ നിങ്ങൾ സ്നേഹിക്കുമ്പോഴാണ് പിതാവിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് വരുന്നത്. കാരണം പിതാവാകട്ടെ സ്നേഹിക്കുന്നവരും വെറുക്കുന്നവരുടെ മേൽ സൂര്യനെ ഉദിപ്പിക്കുന്നു, നീതി ഉള്ളവരുടെ നീതിരഹിതരുടെ മേൽ മഴയെ പെയ്യിക്കുന്ന തമ്പുരാനാണ്. തമ്പുരാനോ മുഖപക്ഷമില്ല. അതുകൊണ്ട് എല്ലാവരോടും പരിപൂർണരായിരിക്കാൻ, ദൈവത്തെപ്പോലെ കർത്താവിനെ പോലെ പരിപൂർണരായിരിക്കാനായിട്ട് നമ്മെ ദ്രോഹിക്കുന്നവരോട്, നമ്മെ വേദനിപ്പിക്കുന്നവരോട്, നമ്മെ വഞ്ചന കാണിക്കുന്നവരോട് നമ്മൾ ക്ഷമിക്കാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് വചനം പറയുകയാണ്. 1 യോഹന്നാൻ 2:9 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സഹോദരനെ വെറുക്കുന്നവൻ അന്ധകാരത്തിലാണ്, അവൻ ഇരുട്ടിലാണ്, അവൻ എവിടേക്കാണ് പോകുന്നതെന്ന് അവന് തന്നെ അറിയില്ല. എന്നാൽ സഹോദരനെ സ്നേഹിക്കുന്നവനാകട്ടെ അവൻ പ്രകാശത്തിലാണ്, അവൻ ദൈവത്തിൻ്റെ മുഖം കണ്ടിട്ടാണ് അവൻ സഞ്ചരിക്കുക. 1 യോഹന്നാൻ 3:14 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ പറയുന്നുണ്ട്. അതേ, സ്നേഹിക്കുന്നവൻ, സഹോദരനെ സ്നേഹിക്കുന്നവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. എന്നാൽ സഹോദരനെ വെറുക്കുന്നവനാകട്ടെ മരണത്തിൽ തന്നെ നിലനിൽക്കുന്നു. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത് ഇപ്രകാരമാണ്. നാം മനസ്സിലാക്കുക, നമ്മിൽ ഈ ജീവൻ കടന്നു വരണമെങ്കിൽ, ജീവൻ വേണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ വെറുപ്പ് കാണിക്കുന്നവർ, ദ്രോഹം ചെയ്യുന്നവരോട് നമ്മൾ ക്ഷമിക്കുവാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അത് നമ്മുടെ ആവശ്യമാണ് എന്ന് നാം തിരിച്ചറിയുക. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, അവനിൽ നിത്യജീവൻ വസിക്കുന്നില്ല. അപ്പോൾ നിത്യജീവൻ വസിക്കുവാനായിട്ട്, നമ്മിൽ ഉണ്ടാകാനായിട്ട് നമ്മൾ സഹോദരനെ സ്നേഹിച്ചേ പറ്റൂ. വെറുക്കുന്നവൻ കൊലപാതകിയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ വെറുപ്പ്, മറ്റുള്ള വിദ്വേഷം നമ്മൾ മാറ്റിയെടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോഴാണ് നമുക്ക് പാപക്ഷമ ലഭിക്കുന്നതും നിത്യജീവൻ നമുക്ക് ലഭിക്കുന്നതും നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നതും എല്ലാം നമുക്ക് ഉണ്ടാകുന്നത്
നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ ക്ഷമിക്കുമ്പോഴാണ്. സ്നേഹമുള്ളവരെ, അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് നമ്മൾ ക്ഷമിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. കർത്താവ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 11 അധ്യായം 24 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങളിൽ പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എന്നാൽ നിങ്ങളുടെ സഹോദരങ്ങളോട് ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ഷമിക്കുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കും. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാനുള്ള കണ്ടീഷൻ അതാണ്. നമ്മൾ വെറുപ്പ് മാറ്റി നമ്മൾ സ്നേഹമുള്ള ഹൃദയമുണ്ടാകണം. അപ്പോഴാണ് നമ്മൾ പ്രാർത്ഥനയ്ക്കൊക്കെ ഉത്തരം ലഭിക്കുക. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 14 മുതൽ 15 വരെ തിരുവചനങ്ങളിൽ പറയുന്നുണ്ട്, അതെ, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതും അനുഗ്രഹങ്ങൾ തരുന്നതും. യെശയ്യായുടെ പുസ്തകം 59-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട്, രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം എൻ്റെ ചെവിക്ക് മാന്യത സംഭവിച്ചിട്ടുമില്ല. എന്നാൽ എന്താണ് പ്രോബ്ലമുള്ളത്? പ്രോബ്ലമുള്ളത് നിൻ്റെ പാപം നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. ദൈവത്തിൻ്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു ഈ പാപം. അതുകൊണ്ട് നിൻ്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുന്നില്ല എന്ന് വ്യക്തതയോടെ പറയുക. സ്നേഹമുള്ളവരെ, നമുക്കറിയാം, നമ്മൾ ടി വിയിൽ റിമോട്ട് ഉണ്ട്, ടി വി ഉണ്ട്, റിമോട്ടുണ്ട്. റിമോട്ട് ഓൺ ചെയ്താൽ ടി വിയിൽ ചിത്രങ്ങൾ തെളിയും. പക്ഷേ ആ റിമോട്ട് പോകുന്ന ആ സിഗ്നലിൽ കുറച്ച് പേര് കൂടി തടസ്സം വന്ന് നിൽക്കുകയാണെങ്കിൽ, അവിടെ വന്നിരിക്കുകയാണെന്ന് ഇന്നിരിക്കട്ടെ, സിഗ്നലിൽ ആ ടി വിയുടെ അതിലേക്ക് പോകത്തില്ല, ചിത്രം തെളിയുകയുമില്ല. അതുപോലെ ഒരു തടസ്സമാണ് ഈ വെറുപ്പ്, ഈ വിദ്വേഷം. അത് വന്നു കഴിഞ്ഞാൽ ഈശോയുടെ ദൈവത്തിൻ്റെ മുഖം നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയുമില്ല. സ്നേഹമുള്ളവരെ, ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം വിശുദ്ധ പൗലോസ് 12-ാം അധ്യായത്തിൽ 15-ാം തിരുവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവകൃപ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നിങ്ങൾ വിദ്വേഷം നിർത്തിക്കളയണം. വിദ്വേഷം മൂലം അനേകം പേര് അശുദ്ധരായിത്തീരുന്നു. ദൈവകൃപ നഷ്ടപ്പെടാതിരിക്കുവാൻ വിദ്വേഷത്തിൻ്റെ ആ വേരിനെ തന്നെ നിങ്ങൾ നശിപ്പിക്കണം എന്ന് പറയുന്നു. സ്നേഹമുള്ളവരെ, നമുക്ക് പല ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പല സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാകുന്നു. നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ കടന്നു വരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങളിൽ നമുക്ക് പിന്നോട്ടടിയാണ് വരുന്നത്. നമുക്ക് ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. കാരണം ഇത് തന്നെയാണ്, വിദ്വേഷമാണ് കാരണം. മറ്റുള്ളവരോടുള്ള വിദ്വേഷം കാരണം ദൈവത്തിൻ്റെ കൃപ അതിനെ ബ്ലോക്ക് ചെയ്തിരിക്കുക. ആ വിദ്വേഷം നമ്മൾ മാറ്റിക്കളഞ്ഞ് ആ വേരിനെ നമ്മൾ നശിപ്പിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു വെള്ളച്ചാട്ടം പോലെ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് സത്യം. ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മളാരും ആ സ്നേഹത്തിലേക്ക് കടന്നു വരുന്നില്ല എന്നത് വലിയ ദൗർഭാഗ്യകരം. ഏതോ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ, അന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, അന്ന് അങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ ആ വ്യക്തിവൈരാഗ്യം കൊണ്ടു നടക്കുന്ന എത്രയോ പേരാണുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു അമ്മയോട് രക്തം ചോദിച്ചു. ആ അമ്മയ്ക്ക് AB നെഗറ്റീവ് രക്തമോ. ആ അമ്മയുടെ സഹോദരി ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലടിക്കുകയാണ്. പാൻക്രിയാസിൻ്റെ ഓപ്പറേഷനാണ്. അപ്പോൾ ഓപ്പറേഷൻ നടക്കുമ്പോൾ ഈ രക്തം അതേ രക്തം തന്നെയാണ് ഈ അമ്മയ്ക്കും ഉള്ളത്. ചോദിച്ചപ്പോൾ ആ അമ്മ പറഞ്ഞു, ഞാൻ രക്തം കൊടുക്കുകയില്ല. കാരണം റെയറായിട്ടുള്ള രക്തമാണ് AB നെഗറ്റീവ്. അതുകൊണ്ടാണ് ഈ അമ്മയുടെ അടുത്ത് വന്ന് കൂടുതൽ പ്രസ് ചെയ്തത്. പക്ഷേ അമ്മ പറഞ്ഞാൽ കൊടുക്കുകയില്ല. കാരണം മുമ്പ് എനിക്ക് അസുഖം വന്ന് ഞാൻ ആശുപത്രിയിലായിരുന്നപ്പോൾ ഈ സഹോദരിയോട് ചോദിച്ചിട്ട് ഈ സഹോദരി കൊടുത്തില്ല, അതുകൊണ്ട് ഞാൻ കൊടുക്കുകയില്ല.
സ്നേഹമുള്ളവരെ, എത്ര പ്രതികാര മനസ്ഥിതിയിലാണ് മനുഷ്യർ പെരുമാറുന്നത്. ഇവിടെയൊക്കെ ദൈവത്തിൻ്റെ കൃപ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? നിങ്ങളുടെ മക്കളുടെ കല്യാണം എങ്ങനെയാണ് നടക്കുന്നത്? കുഞ്ഞുങ്ങളെങ്ങനെ ജനിക്കുന്നത്? നിങ്ങളുടെ വിജയങ്ങളെങ്ങനെ ഉണ്ടാകുന്നത്? നിങ്ങൾ എങ്ങനെ കർത്താവ് അനുഗ്രഹിക്കുക? അതുകൊണ്ട് സ്നേഹമുള്ളവരെ, കർത്താവ് വ്യക്തമായിട്ട് പറയുന്നത് ഈ വിദ്വേഷം എന്ന വേരിനെ നമ്മൾ നശിപ്പിച്ച് കളയണമെന്നുള്ളത് തന്നെയാണ്. സ്നേഹമുള്ളവരെ, അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അത് നമ്മുടെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 50-ാം അധ്യായത്തിലെ 20-ാം തിരുവചനം നമ്മുടെ പൂർവ്വപിതാവ് ജോസഫിനെ പറ്റിയുള്ളതാണ്. ജോസഫിനെ അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. 39-ാം അധ്യായം മുതൽ ഒക്കെ വായിക്കുമ്പോൾ 11 അധ്യായങ്ങളിലൊക്കെ ഈ ജോസഫ് നിറഞ്ഞു നിൽക്കുകയാണ്. ഇത്ര അധ്യായങ്ങളിലേക്ക് നിറഞ്ഞു നിൽക്കുക. കാരണം ജോസഫിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജോസഫ് ക്ഷമിക്കാൻ ഏറ്റവും മുൻനിരയിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് 50-20 പറയുന്ന വാക്ക് ഇതാണ്. സഹോദരന്മാരോട് പറയുകയാണ്, തനിക്ക് ദ്രോഹം ചെയ്ത, തന്നെ വഞ്ചിച്ച, തന്നെ വധിക്കുവാൻ ശ്രമിച്ച ആ സഹോദരങ്ങളോട് ജോസഫ് പറയുന്ന വാക്കാണത്. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, എന്നാൽ ദൈവം എനിക്കത് നന്മയാക്കി മാറ്റി. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തതിൽ നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം ദൈവമാണ് അപ്രകാരം ചെയ്തത്. നമുക്ക് നല്ലൊരു നന്മയുണ്ടാകുമെന്ന് കരുതി എന്നെ അവിടുന്ന് വിട്ടതാണ്. അതുകൊണ്ട് നിങ്ങളതിൽ വിഷമിക്കേണ്ട. ഇന്ന് സഹോദരന്മാരോട് ക്ഷമിച്ച് അവരെ സ്നേഹിച്ച് പറയുന്ന ജോസഫിനെ നമ്മൾ മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയാക്കാവുന്നൊരു വ്യക്തിയാണ്. ഈ ജോസഫിൻ്റെ ഈ ചരിത്രം വായിച്ചതിന് ശേഷം മറ്റൊരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. സാമുവൽ ബ്രിങ്കൽ എന്ന് പറയുന്നത് സാൽവേഷൻ ആർമിയുടെ കമ്മീഷണറായിരുന്നു. അദ്ദേഹം ചെറിയ ചെറിയ പ്രസംഗങ്ങളൊക്കെ സുവിശേഷ യോഗങ്ങളിലൊക്കെ നടത്തുമായിരുന്നു. അങ്ങനെയൊക്കെ അദ്ദേഹം മുന്നോട്ട് പോയിരുന്നതാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇഷ്ടമായില്ല. അപ്പോൾ അന്ന് വെറുപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്, അത് ഇഷ്ടമായില്ല. ആ മദ്യപിച്ച ആ വ്യക്തി അദ്ദേഹം രാത്രി പോയപ്പോൾ നല്ല ഒരു ഇഷ്ടിക എടുത്ത് ഒരൊറ്റ ഏറ് വെച്ച് കൊടുത്ത് തലയ്ക്ക്. തല പൊട്ടി അദ്ദേഹം വീണു. അതിനുശേഷം ആശുപത്രിയിലായി. ആശുപത്രിയിൽ ഭാര്യയുടെ അടുത്ത് വന്നപ്പോൾ ഭാര്യയോട് പറഞ്ഞു, ആരോടും ഒരു കേസും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് അങ്ങനെ ആശുപത്രിയിലായി. വേണ്ട 1 മാസത്തോളം ആശുപത്രി കിടന്നു. അപ്പോൾ അദ്ദേഹം ഒരു പുസ്തകം എഴുതി, ഹെൽപ്സ് ടു ഹോളിനെസ്, വിശുദ്ധിയിലേക്കുള്ള ഒരു സഹായി എന്നുള്ളൊരു പുസ്തകം അദ്ദേഹം എഴുതി. ഹെൽപ്സ് ടു ഹോളിനെസ്. സ്നേഹമുള്ളവരെ, അദ്ദേഹം എഴുതിയ ഈ പുസ്തകം 30 ലക്ഷം കോപ്പികൾ പെട്ടെന്ന് വിറ്റഴിഞ്ഞു. 1934-30 കാലഘട്ടങ്ങളിലെല്ലാം ഈ പുസ്തകത്തെ അന്വേഷിച്ച് നടക്കുകയാണ് എല്ലാവരും. 30 ലക്ഷം കോപ്പികൾ പെട്ടെന്ന് വിറ്റഴിഞ്ഞ പുസ്തകമാണ് ഹെൽപ്സ് ടു ഹോളിനെസ്. അതിന് കാരണമുണ്ടായത് ഒരു ഇഷ്ടിക വെച്ചുള്ള ഒരു ഏറാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്വീകരണ മുറിയിൽ വലിയ അക്ഷരത്തിൽ എഴുതി വച്ചിട്ടുണ്ട്, മനോഹരമായിട്ട് ലൈറ്റൊക്കെ ഇട്ട്, ഉൽപ്പത്തി 50-20, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, എന്നാൽ ദൈവം അത് നന്മയാക്കി മാറ്റി. അതിനുശേഷം ഈ സാമുവൽ ബ്രിങ്കൽ വേറെയും പുസ്തകങ്ങളൊക്കെ എഴുതി. അതുപോലെ നല്ലൊരു സുവിശേഷ പ്രഘോഷകനായി അദ്ദേഹം ഉയർന്നു. സ്നേഹമുള്ളവരെ, ദൈവം നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം, മാനസാന്തരത്തിലേക്ക് നമ്മൾ ക്ഷമിക്കുമ്പോൾ മറ്റുള്ളവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 12:20 വായിക്കുന്നുണ്ട് നമ്മളത്. ശത്രുവിന് വിശക്കുന്നെങ്കിൽ ആഹാരം കൊടുക്കുക, ദാഹിക്കുന്നെങ്കിൽ അവന് ജലം കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നീ ശത്രുവിൻ്റെ തലയിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനലുകൾ കൂന കൂട്ടുകയായിരിക്കും ചെയ്യുക. സ്നേഹമുള്ളവരെ, നമുക്കറിയാമല്ലോ, എൻ്റെ ഒരു സഹോദരിയായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അതെ, അവൾ വിവാഹം കഴിച്ച ഭർത്താവ് ഒരു രീതിയിലും അവൾക്ക് സങ്കല്പിക്കാൻ കഴിയുമായിരുന്നില്ല. അത്ര കണ്ട് മദ്യപാനിയായ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അദ്ദേഹം മദ്യപിച്ച് വന്നാലും
അതിന് ഛർദ്ദിക്കുമ്പോഴും അതെല്ലാം എടുത്ത് കോരി വൃത്തിയാക്കും, അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കും, അദ്ദേഹത്തിനെ പരിചരിക്കും. പലപ്പോഴും അദ്ദേഹം കണ്ണു തുറന്ന് നോക്കുമ്പോൾ രാത്രിയിൽ അവൾ 3 മണിക്കെല്ലാം എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്ന രീതി അദ്ദേഹം കണ്ടു. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിൽ അവസാനം മാനസാന്തരം വന്നു. അവസാനം അവളുടെ കാലുകളിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, പറഞ്ഞു, ഇനി ഞാൻ ആ തെറ്റിലേക്ക് പോവുകയില്ല, ഞാൻ നിന്നെ അധികം സ്നേഹിക്കുന്നു. സ്നേഹമുള്ളവരെ, മാനസാന്തരത്തിലേക്ക് വഴി തുറക്കുന്നു. സ്നേഹമുള്ളവരെ, അതിനാൽ ഞാൻ അവസാനിപ്പിക്കുക. നമ്മൾ ക്ഷമിക്കുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ്. നമ്മുടെ പാപക്ഷമയ്ക്ക് വേണ്ടിയാണ്. നിത്യജീവൻ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നതിന് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയാണ്. മറ്റുള്ളവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ്. അതിനാൽ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ.